myself, what a wonderful world. What a wonderful. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു കവായി ജേണക്കിറ്റായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് മുന്നേ ഞാൻ നിങ്ങൾക്കൊരു സംഭവം പരിചയപ്പെടുത്തി തരാം. ഇതൊരു പേപ്പർ കട്ടറാണ്. ഇതിൻ്റെ ബ്ലേഡ് കണ്ടോ? ഇതാണ് ബ്ലേഡ്. ഇതുപോലത്തെ 2-3 ടൈപ്പ് ബ്ലേഡും കൂടി ഉണ്ടായിരുന്നു, അതെൻ്റെ ഇന്ന് മിസ്സായി. ഇപ്പോൾ ഒരു 10 A4 ഷീറ്റാണ് നമ്മളൊരു കവായി ജേണൽ ബുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തുള്ളത്. മൊത്തത്തിലായിട്ടൊരു 10 A4 ഷീറ്റിൻ്റെ ആവശ്യമുള്ളൂ. അതെടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് പേപ്പേഴ്സ്. കുറേ പേപ്പേഴ്സ് കട്ട് ചെയ്യാനുള്ള കാരണം കേട്ടോ ഞാൻ ഈ ഒരു പേപ്പർ കട്ടർ എടുത്തുള്ളത്. പക്ഷേ ഇതെനിക്ക് അത്ര ഒരു ആപ്റ്റല്ല ഈ ഒരു പേപ്പർ കട്ടർ. എനിക്കത് കറക്റ്റായില്ല. അപ്പോൾ പിന്നെ ബാക്കി സിസർ വെച്ച് തന്നെ കട്ട് ചെയ്തു. 12 വിഡ്ത്തും 13 ലെങ്ത്തുമാണ് ഈ ഒരു പേപ്പേഴ്സ് അളവിൽ. അത്രയും അളവിലാണ് ഞാൻ ഈ ഒരു പേപ്പേഴ്സ് കട്ട് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം പേപ്പേഴ്സായി ഒരു 4 ബണ്ടിലാക്കി മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ഓരോ ബണ്ടിലും ഓരോ കളർ A4 ഷീറ്റിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഫോൾഡ് ചെയ്തിട്ട് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 4 സെറ്റ് ഓഫ് ബണ്ടിലാക്കി എടുത്തു കഴിഞ്ഞാൽ അത് ബൈൻഡ് ചെയ്യാൻ എളുപ്പമാവും. റിംഗ് ബൈൻഡിങ് ആണോ ഞാൻ ഇന്ന് ചെയ്യാൻ പോണത്. ഇതുപോലെ വൃത്തിക്ക് കട്ട് ചെയ്ത് കറക്റ്റ് ഷേപ്പിലെടുത്ത സെറ്റ് ഓഫ് ബണ്ടിൽ റെഡി പേപ്പേഴ്സിൻ്റെത്. ഇനി അതിൻ്റെ ബൈൻഡ് ചെയ്യണ കാര്യങ്ങളുണ്ടല്ലോ, അതിനായിട്ട് 4 റിങ് ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ചെട്ട നമുക്ക് സെറ്റ് ചെയ്യണമല്ലോ, കട്ടിയുള്ള ടൈപ്പ് ആണല്ലോ ചെട്ട. അപ്പോൾ അതിനായിട്ട് ഞാനൊരു A3 കാർഡ് സ്റ്റോക്കാണ് എടുത്തുള്ളത്. അത് ഈ ഒരു അളവിൽ കട്ട് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഫോൾഡ് ചെയ്യണത് കുറച്ച് കട്ടിക്ക് കൂടുതലാണ് കേട്ടോ. ഇത് ഓൾറെഡി 300 GSMൻ്റെ കാർഡാണ്. എന്നിട്ടത് ഒട്ടിച്ച് കൊടുക്കുക. ഓരോ കളർ ഡിസൈൻ പേപ്പറാണിത്. ചട്ടക്ക് മാത്രം കേട്ടോ ഞാൻ കളർ ഡിസൈൻ പേപ്പർ യൂസ് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് 4 സൈഡ് അടയാളപ്പെടുത്തിയിട്ട് 4 ഗ്യാപ്പ് വിട്ട് അടയാളപ്പെടുത്തിയിട്ട് അത് പഞ്ച് ചെയ്ത് ഹോളിട്ട് കൊടുക്കുന്നുണ്ട് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേ അളവിൽ ബാക്കി പേപ്പേഴ്സ് ബണ്ടിൽ കൂടെ പഞ്ച് ചെയ്തിട്ട് ഹോളിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിനി ബൈൻഡിങ് ചെയ്യുന്ന പ്രോസസ്സിൽ കിടക്കുക. എളുപ്പമാണ്, റിങ് ഇടണമല്ലോ, അത് കാരണം എളുപ്പമാണ്. ഞാൻ എളുപ്പമുള്ള രീതി തിരഞ്ഞെടുത്തതാട്ടോ. മറ്റേത് ടഫാണല്ലോ ത്രെഡായിട്ട്. എനിക്ക് ടഫ് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ പരീക്ഷിച്ചിട്ടില്ല. ഈ ഒരു ബൈൻഡിങ് പെട്ടെന്ന് കഴിയും കേട്ടോ. അതുപോലെ 4 റിങ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇട്ട് കൊടുത്ത ഹോളിലേക്ക് കയറ്റുന്നു, അത് ക്ലിക്ക് ചെയ്യുന്നു, സംഭവം സെറ്റ്. അപ്പോൾ റിങ് ബൈൻഡിങ് എളുപ്പമായതുകൊണ്ട് തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്തത് അത്. പിന്നെ നമ്മളൊരു ജേണൽ കിറ്റ് ഫുള്ള് ഉണ്ടാക്കുന്നുണ്ടല്ലോ, അത് കാരണമാണ് ഇതെടുത്തുള്ളത് ബുക്ക്. ഇനി ബൈൻഡിങ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സെപ്പറേറ്റ് ത്രെഡ് ബൈൻഡിങ് വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാവുന്നതാണ് കേട്ടോ ത്രെഡ് ബൈൻഡിങ്ങിൻ്റെത്. അപ്പോൾ നമ്മുടെ റിങ് ആയിട്ടുള്ള ബൈൻഡിങ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഫ്രണ്ട് പേജ് ഒന്ന് നമുക്ക് സെപ്പറേറ്റ് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഈ നോട്ട്ബുക്കിൻ്റെ ഉള്ളൊക്കെ നല്ല സെറ്റല്ലേ. അപ്പം ഇനി ഇതൊന്ന് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ജേണൽ ബുക്ക് റെഡി. കവായി ജേണൽ ബുക്ക് റെഡി ആയിട്ടോ. നെക്സ്റ്റ് ജേണൽ സപ്ലൈസ് ഉണ്ടാക്കണമല്ലോ കവായി ആയിട്ടുള്ള. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് കൊടുക്കുക. ആദ്യം തന്നെ ഗ്രിഡ് ലൈനിലുള്ള ഒരു പാറ്റേൺ പേപ്പർ ഡ്രോ ചെയ്യാം നമുക്ക്. ഞാൻ ഫുള്ളി ഡോംസിൻ്റെ സ്കെച്ചാട്ടോ യൂസ് ചെയ്തുള്ളത് ഇത് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് വാട്ടർ കളറൊക്കെ യൂസ് ചെയ്യാം. എനിക്ക് എളുപ്പത്തിനാണ് ഞാൻ ഡോംസിൻ്റെ സ്കെച്ച് യൂസ് ചെയ്തുള്ളത്. പക്ഷെ അതിന് കൂടുതൽ മാർക്സ് പോലെ വരുന്നുണ്ട്, ഗ്രിഡ് പോലൊക്കെ അത് യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ അത് ഒഴിവാക്കണമെങ്കിൽ വാട്ടർ കളറായിരിക്കും നല്ലത്. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഡോംസിൻ്റെ സ്കെച്ച് എടുത്തുള്ളത്. പിന്നെ ഞാൻ കളർ പെൻസിലൊന്ന് ഒരു പാറ്റേണിന് വേണ്ടിയിട്ട് മാത്രം എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ വരച്ചത് ചെറിയുടെ വരക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് എടുത്തത്. റെഡ് ഡാർക്ക് ആവുന്ന കാരണമാണ് ഇച്ചിരി ലൈറ്റ് ആവാൻ വേണ്ടിയിട്ട് കളർ പെൻസിൽ എടുത്തത്. അതുപോലെ ബോയിൻ്റെ ഡിസൈനും വരച്ചിടുന്നത്. അങ്ങനെ നമുക്ക് എളുപ്പമുള്ള ഡിസൈനുകൾ പിൻട്രസ്റ്റിൽ നിന്ന് നോക്കിയിട്ടാട്ടോ ഞാൻ എടുത്ത് വരച്ചിട്ടുള്ളത്. നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാവുന്നതുള്ളൂ. പിൻട്രസ്റ്റിൽ ഇഷ്ടം പോലെ പാറ്റേൺസ് ഉണ്ട്, പാറ്റേൺ പേപ്പർ ഡിസൈൻസ് ഉണ്ട്. അത് നമുക്ക് ഡ്രോ ചെയ്യാം. അങ്ങനെ ഇത്രയും പാറ്റേൺ പേപ്പേഴ്സ് ഞാൻ ഡ്രോ ചെയ്ത് ഞാൻ നെക്സ്റ്റ് സ്റ്റാമ്പ് പോലെ ഡ്രോ ചെയ്യുകയാണ് ഈ സ്കെച്ച് യൂസ് ചെയ്തിട്ട് തന്നെ.
ഇതുപോലെ സ്റ്റാമ്പ്സും സ്റ്റിക്കേഴ്സും ഒക്കെ ഞാൻ പിൻട്രസ്റ്റിലാണ് കേട്ടോ നോക്കിയത്. പിന്നെ എൻ്റേതായ രീതിയിൽ എനിക്കിഷ്ടമുള്ള ഡിസൈൻസും ഒക്കെ ഇതിൽ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടോ, സ്റ്റാമ്പ്സ് റെഡി. ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്കിഷ്ടമുള്ള സ്റ്റിക്കേഴ്സും ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കുക. ഞാൻ ഇതുപോലെ ഒരു 3 സ്റ്റാമ്പും കൂടി സെപ്പറേറ്റ് പിക്ചറുള്ള ടൈപ്പ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഒരു പൂ പോലൊക്കെ ഇങ്ങനെ വരച്ച് കൊടുത്ത ഒരു ക്ലൗഡും പിന്നെ ഹലോ എന്നൊക്കെ എഴുതിയിട്ട് ഈ ഒരു ടൈപ്പ് ഓഫ് ജേർണൽ കിറ്റൊക്കെ നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാവുന്നുള്ളൂ കേട്ടോ. അത് മേടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ സ്കെച്ച് ഉണ്ടാക്കുക. സാധാ നോട്ട്ബുക്സിൻ്റെ പേപ്പേഴ്സ് വേണമെങ്കിൽ യൂസ് ചെയ്തുണ്ടാക്കാവുന്നതുള്ളൂ. ഇതുപോലെ വാഷി ടേപ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ മുമ്പ് വാഷി ടേപ്പ് കഴിഞ്ഞ റോൾ ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടാട്ടോ എടുത്തത്. പിന്നെ നെക്സ്റ്റ് സ്റ്റിക്കേഴ്സ്, അതിനായിട്ട് പേപ്പർ കോപ്പി എന്ന് പറഞ്ഞ ട്രേസ് ആപ്പില്ലേ, അതാണ് കേട്ടോ യൂസ് ചെയ്തത്. അതിൽ കൂടെയാണ് ഞാൻ പ്രിൻ്റല്ല ട്രേസ് എടുത്തത്. ട്രേസ് എടുക്കാനായിട്ട് അതിൽ സ്ക്രീൻ ലോക്കൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ബാക്കിലേക്ക് സൂം ഔട്ടായി പോകുന്നില്ല. നമുക്കിതിങ്ങനെ കറക്റ്റിൽ കിട്ടും. ഇതിൽ ട്രേസ് എടുക്കുമ്പോൾ വൃത്തിക്ക് കിട്ടും. അത് കാരണം കേട്ടോ ഞാൻ ഈ ഒരു ആപ്പിൽ വൃത്തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ട്രേസ് ആപ്പ് എടുത്തത്. ഓൾറെഡി നോക്കി വരക്കാറുള്ള ആളാണ് സ്റ്റിക്കേഴ്സൊക്കെ. അപ്പോൾ ഇതുപോലെ കുറച്ച് അത്യാവശ്യം ഫെമിലിയറായ ഡിസൈൻസൊക്കെയാണ് ഞാൻ ഇവിടെ ട്രേസ് എടുത്തിട്ടുള്ളത് വരച്ചിട്ട്. അപ്പോൾ നമ്മുടെ കവായ് സ്റ്റിക്കേഴ്സ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എൻവലപ്സ്, 2 എൻവലപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് ഇതുപോലെ ഡിസൈൻ ഫെമിലിയർ എൻ്റെ അറിയണ പോലത്തെ ഡിസൈൻസൊക്കെ ഞാൻ വരച്ച് കൊടുത്ത് കണ്ടോ. അപ്പോൾ ഇതുപോലത്തെ 2 എൻവലപ്സ് കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സ്റ്റിക്കേഴ്സൊക്കെയാണ് നമ്മൾ ഡ്രോ ചെയ്തെടുത്തതിൽ. നെക്സ്റ്റ് നമുക്കൊരു സ്റ്റാമ്പ് ടൈപ്പ് സ്റ്റിക്കർ ഉണ്ടല്ലോ, അങ്ങനത്തെ അത് ചെയ്യാമെന്ന് വിചാരിച്ച് ഓരോ പിക്ചേഴ്സ് ഞാൻ തന്നെയാണ് സെലക്ട് ചെയ്ത് എനിക്കിഷ്ടമുള്ള ടൈപ്പിൽ വരച്ചത് അറിയാവുന്ന രീതിയിൽ ആദ്യം കളർ കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മേലെ കൂടെ വരച്ച് കൊടുത്ത്. ഞാൻ ഇവിടെ ടാപ്പ് ഒട്ടിച്ച് ഗ്ലേസിങ് വരുത്താൻ വേണ്ടിയിട്ട് ട്രാൻസ്പെറൻസിക്ക് വേണ്ടിയിട്ട് അത് ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ കറക്റ്റ് പേപ്പറിൽ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അതിനെ വേറെ രീതിയിൽ കാക്കിയെടുക്കണമെന്നില്ല. അപ്പോൾ ഇത് കണ്ടത് എളുപ്പമാണ്. ഇനി നമുക്കൊരു ഫ്രെയിം ടൈപ്പ് വരച്ച് കൊടുക്കാം, ക്ലൗഡി ടൈപ്പൊക്കെ. അങ്ങനത്തെ ഒരു 3 സെറ്റും കൂടി വരച്ച് നമുക്ക് അത്യാവശ്യം ഐറ്റംസ് വേണ്ടേ കവായി ജേർണൽ കിറ്റിൽ. സപ്ലൈസ് ഉണ്ടെങ്കിലാണല്ലോ നമുക്ക് ഈ ഒരു ജേർണൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ജേർണൽ ചെയ്യാനുള്ള സപ്ലൈസാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ഉണ്ടാക്കി നമ്മൾ അപ്പോൾ ഇത്രയും ഐറ്റംസിന് വേണ്ടിയിട്ട് ഒരു ബോക്സ് വേണ്ടേ. ഈ ഒരു ബോക്സ് ഉണ്ടാക്കുന്ന വീഡിയോ സെപ്പറേറ്റ് ഷോർട്സ് പോസ്റ്റ് ചെയ്യുന്നതാട്ടോ നമ്മുടെ പേജിൽ. ലോങ് വീഡിയോ ഒന്നും കൂടി നീളുന്നത് കാരണം ഞാൻ ഇതിൽ നിന്ന് ഒഴിവാക്കിയതാണ് ആ ഒരു ബോക്സ് ഉണ്ടാക്കുന്ന വീഡിയോ. നിങ്ങൾക്കെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഷോർട്സിൽ വരുന്നതാണ് കേട്ടോ ആ ഒരു ബോക്സ് ഉണ്ടാക്കുന്ന വീഡിയോ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്, അതൊന്ന് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കവായി ജേർണൽ കിറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ അതിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഹാൻഡ് മെയ്ഡായിട്ട് ഫുള്ളി നല്ല കളർഫുള്ളായിട്ടുള്ള പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. കണ്ടോ, ഓരോ ഐറ്റംസും ഭയങ്കര ക്യൂട്ടായിട്ടുള്ളത്. ഇതിൽ ഏറ്റവും എനിക്കിഷ്ടമായത് ഈ ഒരു ജേർണൽ ബുക്കാട്ടോ. ഇത് കണ്ടോ, നല്ലൊരു പ്രിറ്റി ലുക്ക് വന്നിട്ടുണ്ട് ഈ ഒരു ജേർണൽ ബുക്കിന്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കാണാം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.